ഹായ് ഫ്രണ്ട്സ്, സ്പൈസി വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ റാഗി കൊണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. പാൻ ചൂടായിട്ടുണ്ട്. പാനിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നെയ്യ് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇതിട്ട് കൊടുക്കാം. ഇത് നമുക്ക് നെയ്യിലൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. പഴം ഇവിടെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ശർക്കര പാനി ഉരുക്കി ഒഴിക്കണം. ഞാനിവിടെ ഒരു 200 ഗ്രാം ശർക്കര 1/2 ഗ്ലാസ് വെള്ളത്തിൽ ഒന്ന് ഉരുക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി പഴം ഒന്ന് ഈ ശർക്കര പാനി കിടന്ന് നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരണം. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പഴം ഇവിടെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 4 ഏലക്ക ചതച്ചത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് റാഗി എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഈ പഴത്തിന്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇതിവിടെ നന്നായിട്ട് തന്നെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത് ഇത് തണുക്കാനൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിവിടെ നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിവിടെ നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് ഒന്ന് ഉരുട്ടി ചെറിയ ബോളുകളാക്കി മാറ്റാം. ഇതുപോലെ തന്നെ എല്ലാം നമുക്കൊന്ന് ബോളാക്കി എടുക്കാം. എല്ലാം തന്നെ ഞാനിങ്ങനെ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു സ്റ്റീമർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെച്ചു കൊടുക്കാം. എല്ലാം തന്നെ നമ്മൾ സ്റ്റീമറിനകത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ പുറത്തേക്ക് ആവിയുടെ വെള്ളം ഇറങ്ങാതിരിക്കാനായിട്ട് നമുക്ക് ഒരു ഇല വെച്ച് മൂടി കൊടുക്കാം. ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. നമ്മളിത് സ്റ്റീം ചെയ്യാൻ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. എന്തായാലും ഒന്ന് തുറന്നു നോക്കാം. ഇതിവിടെ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത് ഇതൊരു ഡിഷിലേക്ക് മാറ്റാം. റാഗി കൊണ്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്യണം. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.